സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന മണ്ഡലങ്ങൾ തവനൂർ, കോട്ടയ്ക്കൽ. ആദ്യമായി തന്നെ നമുക്ക് തവനൂർ മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കാം. ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി KT ജലീൽ, UDF സ്ഥാനാർത്ഥി VS ജോയി, NDA സ്ഥാനാർത്ഥി രവി തേലത്ത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KT ജലീൽ LDF സ്ഥാനാർത്ഥി വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച മണ്ഡലമാണ് തവനൂർ. സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന 5 ഘടകങ്ങളിൽ തവനൂരിലെ സമ്മതിദായകർ ഓരോ രാഷ്ട്രീയ പാർട്ടികളെയും എങ്ങനെ വിശകലനം ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിന് LDFനാണ് തവനൂരിലെ വോട്ടർമാർ 1ാം സ്ഥാനം കൊടുക്കുന്നത്, UDFന് 2ാം സ്ഥാനം. ജനപിന്തുണയിലും വോട്ടർമാരുടെ ഇടയിലെ വിശ്വാസ്യതയിലും UDF 1ാം സ്ഥാനത്തും LDF 2ാം സ്ഥാനത്തുമാണ്. നേതൃപാടവത്തിലാകട്ടെ LDF 1ാം സ്ഥാനത്തും UDF 2ാം സ്ഥാനത്തുമാണ്. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDFന് 1ാം സ്ഥാനവും LDFന് 2ാം സ്ഥാനവുമാണ്. സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന ഓരോ ഘടകങ്ങളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് അപഗ്രഥിച്ച് സെമിയോട്ടിക്ക AI നമുക്ക് വേണ്ടി പ്രവചിക്കുകയാണ്. തവനൂർ മണ്ഡലം ആര് ജയിക്കും എന്ന് നമുക്ക് നോക്കാം. ഇവിടെ UDFന് ഒരു വ്യക്തമായ വിജയമാണ് സെമിയോട്ടിക്ക AI പ്രവചിക്കുന്നത്. VS ജോയി ഏകദേശം 50% വോട്ട് വീതം നേടി ജയിക്കും. LDF സ്ഥാനാർത്ഥിക്ക് 40%, NDA സ്ഥാനാർത്ഥിക്ക് 10% വോട്ട് വീതമാണ് സെമിയോട്ടിക്ക AI പ്രവചിക്കുന്നത്. കോട്ടയ്ക്കൽ മണ്ഡലത്തിലേക്ക് നമുക്ക് പോകാം. ഇവിടെ LDF സ്ഥാനാർത്ഥി പ്രീതി കൊഞ്ചത്ത്, UDF സ്ഥാനാർത്ഥി KK അബൈദ് ഹുസൈൻ തങ്ങൾ, NDA സ്ഥാനാർത്ഥി സുബ്രഹ്മണ്യം C. 2021 തെരഞ്ഞെടുപ്പിൽ കോട്ടയ്ക്കൽ നിയമസഭാ മണ്ഡലത്തിൽ പ്രൊഫസർ അബൈദ് ഹുസൈൻ തങ്ങൾ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച ഒരു മണ്ഡലമാണിത്. ഏകദേശം 51% വോട്ട് വീതം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന 5 ഘടകങ്ങളിൽ കോട്ടയ്ക്കലെ ജനങ്ങൾ എങ്ങനെ ഓരോ പാർട്ടിയെയും വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിന് വോട്ടർമാർ 1ാം സ്ഥാനം കൊടുത്തിരിക്കുന്ന LDFനാണ്, UDF 2ാം സ്ഥാനത്ത്. മറ്റെല്ലാ ഘടകങ്ങളിലും UDF ആണ് 1ാം സ്ഥാനത്ത്. യുവജന പിന്തുണയിലും വോട്ടർമാരുടെ വിശ്വാസ്യതയിലും നേതൃപാടവത്തിലും സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിലും LDF 2ാം സ്ഥാനത്താണ്. സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സെമിയോട്ടിക്ക നമ്മൾക്കായി അപഗ്രഥിച്ചിരിക്കുകയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇവിടെ ആര് ജയിക്കുമെന്ന് നമുക്ക് സെമിയോട്ടിക്കയോട് ചോദിക്കാം. സെമിയോട്ടിക്ക ഇങ്ങനെ പ്രവചിക്കുന്നു: UDF സ്ഥാനാർത്ഥിയായ പ്രൊഫസർ KK അബൈദ് ഹുസൈൻ തങ്ങൾ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഏകദേശം 56% വോട്ട് വീതം നേടി ജയിക്കുമെന്നാണ് സെമിയോട്ടിക്ക AI പറയുന്നത്. LDF സ്ഥാനാർത്ഥിക്ക് 40%, NDA സ്ഥാനാർത്ഥിക്ക് 4% വോട്ട് വീതമാണ് സെമിയോട്ടിക്ക AI പ്രവചിക്കുന്നത്. വീണ്ടും മറ്റൊരു മണ്ഡലവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നതുവരെ വി ആർ സൈനിങ് ഓഫ്. ഗുഡ് ഡേ, സീ യു സൂൺ.